ഹായ് ഹലോ. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ദോശയും ചെറുപയർ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയും ഇരുന്നിട്ടാട്ടോ കഴിച്ചിട്ടുള്ളത്. ഇതാ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടന് ചെറുപയർ കറിയും ദോശ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഏട്ടൻ കാപ്പിയായിട്ട് കുടിച്ചിട്ടുള്ളത്, ഞാൻ നോർമൽ ചായ ആയിട്ടോ കുടിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ആദ്യക്കൂട്ടനും പാറുക്കുട്ടി ഇതാ എണീച്ചിട്ടുണ്ട്, അവരെ കൂലിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പാറുവിനെ ഏട്ടൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം ഞാനും കുളിപ്പിച്ചിട്ടോ. അങ്ങനെ ഇതാ ഏട്ടൻ കൊടുന്ന ബോളാട്ടോ, അവന് ഒരുപാട് ഇഷ്ടമാണ് ബോളും ബാറ്റും. അവൻ ആൺകുട്ടി ആയതുകൊണ്ട് അതിൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. പിന്നെ ഇതാ അച്ഛനും അതുപോലെ തന്നെ മകനും നന്നായിട്ടുള്ള സ്നേഹപ്രകടനം കേട്ടോ. പിന്നെ ഇതാ ഏട്ടൻ പോണതിന് മുന്നേ കുഴിച്ചിട്ട മാവ്, അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, സ്റ്റാർ ഫ്രൂട്ട്, അതേപോലെ പേരയ്ക്ക, അതേപോലെ ചാമ്പയ്ക്ക, അങ്ങനെ ഒരുപാട് ഫ്രൂട്ടുകൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മുറിയും കാര്യങ്ങളായിട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്യണേ. പിന്നെ ആദ്യം ഞാൻ ചെറുതായിട്ട് സ്നേഹപ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ലിവറിൻ്റെ റോസ്റ്റഡ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, തക്കാളി, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അരിയാൻ വേണ്ടിയിട്ട് ഞാനും ആയിട്ടുണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇതാ കുറേ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാസ്റ്റിലാട്ടോ പണി നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഇതാ വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏട്ടൻ്റെ സ്പെഷ്യലാണ്, അപ്പോൾ ഏട്ടനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ, ബാക്കി കാര്യങ്ങളും നന്നാക്കലും കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു. പിന്നെ ഇതാ അത് നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. തക്കാളി വെല്ലുള്ളിയൊക്കെ നന്നായിട്ട് വാട്ടിയിട്ട് മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇട്ടെടുക്കുക. നോർമൽ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയായിട്ട് അത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ജീരകപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടുത്തത് മല്ലിച്ചപ്പാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കറിയിൽ ഇടുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പുറത്ത് നല്ല മഴയായിട്ട്, നല്ലൊരു കാറ്റൊക്കെ ഉള്ള നല്ലൊരു കുളിര് കൊള്ളുന്ന നല്ലൊരു മഴയായിരുന്നു. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു തൈര്, ഇത് ഞാൻ ആദ്യമായിട്ടിട്ട് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കറിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അതിൽ ചെറിയൊരു പച്ച വെളിച്ചെണ്ണ, മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഒക്കെ ഇട്ടതാ നന്നായിട്ട് ഇറക്കി വെച്ചിട്ടോ. പിന്നെ ഇതാ ഏട്ടൻ രണ്ടുപേർക്കും ഇതാ അവിൽ മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ രണ്ടുപേരും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേവണ വരെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട്, സോറി കേട്ടോ, റംബൂട്ടാനാണ്. അപ്പോൾ അതാ റംബൂട്ടാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാനും ഏട്ടനും പാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് സ്പെഷ്യൽ പയറുപ്പേരി ഉണ്ടായിരുന്നു, ചാമ്പയ്ക്ക അച്ചാറുണ്ടായിരുന്നു, പിന്നെ അതേപോലെ മുരിങ്ങേൻ്റെ ഇല, എന്താ പറയുക, തക്കാളി വെണ്ടയ്ക്ക ഉണ്ടാക്കിയ കറി, തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയതാ ലിവറിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾക്ക് ഏട്ടന് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് നല്ല ഹെൽപ്ഫുള്ളാട്ടോ. ഇത് ഏട്ടൻ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതും അതേപോലെ ഒരു ക്രീം, നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണ ഒരു ക്രീം, ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാട്ടോ. പിന്നെ ഇതാ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ അതാ ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലായിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ അത് ലാൻഡ് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. നേരത്തെ കണ്ടത് അത് ലാൻഡ് ചെയ്യുന്നതിന് മുന്നത്തെ ഒരു വീഡിയോ ആണായിരുന്നു. പിന്നെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബായ്.